ജിമ്മി എന്ന് പറയുന്ന ഒരു വർഗം ഈ കേരളത്തിൽ ഇല്ലാതായത് ഈ പറയുന്ന ആരെങ്കിലും നടത്തിയിട്ടുള്ള ഒരു ചുളിവിലുള്ള വഴി കൊണ്ടല്ല. അത് 1969 ഒക്ടോബർ 14 അന്നത്തെ ഗവൺമെന്റ് VMSന്റെ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമമാണ്. ആ നിയമത്തെ തുടർന്ന് നടന്ന അതിശക്തിയായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടാണ് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ഈ കേരളത്തിൽ കിട്ടിയത്. ഇങ്ങനൊരു ഒരു പാരമ്പര്യവും ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാതെ കേവലമായിട്ട് ആരെങ്കിലും പറയുന്നതനുസരിച്ച് മാത്രം മറുപടി പറയല്ല വേണ്ടേ. അപ്പം നമ്മളൊരു കാര്യം ഉറപ്പായിട്ട് പറയാ, ഒരു കുടി ഒഴിപ്പിക്കലിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിനു മുമ്പ് അംഗീകരിച്ചിട്ടില്ല, ഇപ്പോഴും അംഗീകരിക്കില്ല. അമരാവതി കേസ് കേട്ടിട്ടുണ്ടോ? അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഭൂമി കേസ് ആരായിരുന്നു? AKGയുടെ സമരം. ആ AKGയുടെ സമരം നടത്തിയിട്ടാണ് ശരിയായിട്ടുണ്ട്. AKGയുടെ സമരം അതാണ് വളരെ പ്രധാനപ്പെട്ട കുടി ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട്. വില്ലിംഗ്ടണിലൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ചേർന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, ഇടതുപക്ഷക്കാരാണ് ഈ കേരളത്തെ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്, ഇനി മുനമ്പല്ല, കേരളത്തിൽ എവിടെയായാലും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കോടതി ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഗവൺമെന്റ് പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഒന്നും മറുപടി പറയാൻ പറ്റില്ല. എന്തൊക്കെയാ പറയാന്നൊന്നും പറയാൻ സാധിക്കാതെ അവരെല്ലാം പദപ്രയോഗങ്ങൾ. അതിനൊന്നും മറുപടി പറയാൻ പുറപ്പെട്ടിട്ട് അവസാനം ഞാനെന്തിനാണ് അതിന്റെ തന്നെ വേഗാകുന്നത്? വർഗീയ ധ്രുവീകരണത്തിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖലക്ഷണം എങ്ങനെയാണോ ധ്രുവീകരണം സംഘടിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടില്ല. ഇപ്പൊ അമിത്ഷാന്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടില്ലേ? ഞങ്ങൾ ഉള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണവും നൽകില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഒരു സംവരണവും നൽകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലേ? ഞങ്ങൾ ഉള്ളിടത്തോളം കാലം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വിരോധം അല്ലെങ്കിൽ ഹിന്ദുവോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതൊരു രാഷ്ട്രീയമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത ആ നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. ശ്രമിക്കുന്നത് പറയുമ്പോൾ തന്നെ അവിടുത്തെ അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ വലിയ രീതിയിൽ സർക്കാരിനെതിരെയൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരല്ലേ ഇതിനൊരു എരിവ് പകരുന്നത്? അതെ, സർക്കാരിന് എതിരായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനാണ് ഒരുപാട് ശ്രമങ്ങൾ നിങ്ങളിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമല്ല, അതിന്റെ ഭാഗമാണല്ലോ. അതുപോലെ കണ്ടാൽ മതി. സമരം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ആയിക്കോട്ടെ, സമരം തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് കോടതി സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല. ഒരു കാര്യം ഞാൻ പറയാം, സർക്കാരിന്റെ ഭാഗമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി അവിടുത്തെ ഉണ്ണികൃഷ്ണൻ MLA ശക്തിയായിട്ട് ശ്രമിച്ചപ്പോ ഗവൺമെന്റ് ആലോചിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ നികുതി പിരിക്കാൻ അനുവാദം നൽകാം. അങ്ങനെ അനുവാദം നൽകി. ഗവൺമെന്റ് തന്നെ ആലോചിച്ചുകൊണ്ട് നികുതി പിരിക്കാം. അതോടുകൂടി സമരത്തിന്റെ അല്ല, ആ ഭൂമിയുടെ പ്രശ്നം പരിഹരിച്ചു. കാരണം ഓണർഷിപ്പ് കിട്ടി. അതിന്റെ ഭാഗമായിട്ട് പോയപ്പോ അതിനെതിരായിട്ട് കോടതി പോയതാ. ആ നിലപാടിനെതിരായിട്ട്, ഗവൺമെന്റ് നിലപാടിനെതിരായിട്ട് കോടതി പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അതാ പ്രശ്നം. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. കളവ് പരിശോധനയ്ക്ക് വിധേയപ്പെടണം ആദ്യം. കളവ് പറഞ്ഞു നുണ പറഞ്ഞോ എന്നുള്ളതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. കൊടുക്കട്ടെ, കേസ് കൊടുക്കട്ടെ. കേസ് നമുക്ക് അഭിമുഖീകരിക്കാം. അപ്പോഴല്ലേ അതിലും വരുവാ ഇത്.